أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ആദരണീയരായ പണ്ഡിതരെ, സാദാത്യങ്ങളെ, സ്നേഹനിധികളായ സുഹൃത്തുക്കളെ, പുണ്യമായിരിക്കുന്ന ഈ ഷറഹിന്റെ 87ാമത്തെ ക്ലാസ്സിലാണ് ഇന്ന് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് വബില്ലാഹി തൗഫീഖ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ 23ാമത്തെ ഫായിദയിൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠതകളാണ്. അതിന്റെ ബാക്കി ഭാഗം ഇതാ പറയുകയാണ്. ഖാല ഫീ കിതാബ് സാദുൽ മുസാഫിരീന. സാദുൽ മുസാഫിരീൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ അതിന്റെ മുസന്നിഫ് ഒരു കഥ ഉദ്ധരിക്കുന്നുണ്ട്. സാദ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നാണല്ലോ, യാത്രക്കാർക്കുള്ള ഭക്ഷണം. ഈ യാത്രക്കാരെന്ന് പറയുമ്പോൾ ആഖിറത്തിലേക്കുള്ള യാത്രക്കാരെന്നും അവർക്കുള്ള ഭക്ഷണം എന്തൊക്കെയെന്ന് പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിനങ്ങനെ ഒരു പേരിട്ടു. ആ ഗ്രന്ഥത്തിൽ പറയുന്നു ഒരു ചരിത്രം. എന്താണത്? ഹുക്കിയ, ഹിക്കാത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്ന കൈസർ ചക്രവർത്തി, റോമക്കാർക്കുള്ള ഈ കൈസർ, ആ കൈസർ ചക്രവർത്തി കതബ ഇല അമീരുൽ മുഅ്മിനീന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ അമീറുൽ മുഅ്മിനീൻ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ജീവിച്ച കൈസർ, അദ്ദേഹം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് ഒരു കത്തെഴുതി ചോദിച്ചു. എന്താ ചോദ്യം? ക്രിസ്ത്യാനിയല്ലേ? ഇന്ന നജിദു ഫിൽ ഇൻജീലി, ബൈബിൾ അഥവാ ഇൻജീല് ഞങ്ങൾ കാണുന്നു. ആ ഇൻജീലിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, മൻ ഖറഅ സൂറത്തൻ ഖാലിയത്തൻ അൻ സബ്അത്തി അഹ്റുഫിൻ, 7 അക്ഷരത്തെ തൊട്ട് ഒഴിവായതായ, അത് ആ സൂറത്തിൽ 7 അക്ഷരമില്ല, അല്ലാത്തതെല്ലാം ഉണ്ട്. അപ്പൊ 7 ഹർഫുകൾ ഇല്ലാത്തൊരു സൂറത്ത് അതാരെങ്കിലും വായിച്ചാൽ, ഏതാണ് ഇപ്പൊ 7 ഹർഫ് എന്നറിയണല്ലോ, സാ ഖാ ളാ ഫാ സാ ജീം ഷീൻ, ഈ പറയുന്ന 7 അക്ഷരങ്ങൾ ഫാത്തിഹയിലില്ല എന്നർത്ഥം. ഇങ്ങനെയില്ലാത്തൊരു സൂറത്ത് അതാരെങ്കിലും ഓതിയാൽ എന്താ കിട്ടാൻ പോകുന്ന നേട്ടം? ഹറമല്ലാഹു ജസദഹു അലന്നാരി, നരകത്തിന്റെ മേലിൽ അവന്റെ ശരീരത്തെ അല്ലാഹു തആല നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സൂറത്ത് ഓതിയവൻ നരകത്തിൽ കടക്കില്ല എന്ന്. ഇതാണ് ചുരുക്കം. ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ വേദമാണല്ലോ ദാവൂദ് നബിക്ക് ഇറക്കി കൊടുത്ത സബൂർ, മൂസ നബി അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ട തൗറാത്ത്, അത് രണ്ടും ഞങ്ങൾ പരതിയപ്പോൾ കണ്ടില്ല. ഇഞ്ചീലിന് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ള സൂറത്തിന്റെ സംഗതി കണ്ടത്. അതുകൊണ്ട് ഫലം നജിദ്ഹ, ഞങ്ങളത് എത്തിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഫഹൽ തൂജദു ഫീ കിതാബിക്കും, ഇനി നിങ്ങൾക്ക് ഇറക്കപ്പെട്ട കിതാബുണ്ടല്ലോ, ഖുർആൻ എന്ന് പറയുന്ന കിതാബ്, അതിൽ ഈ സൂറത്തുണ്ടോ? ഇതൊന്നും അറിയാനാ. ഇതാണ് എഴുതി ചോദിക്കുന്നത്. കണ്ടോ, അന്നത്തെ ചക്രവർത്തിമാർ ക്രൈസ്തവന്മാരാണെങ്കിലും അവരൊക്കെ അറിവുകൾ തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു. ഇന്നത്തെ ചക്രവർത്തിമാരോ രാജാക്കന്മാരെ പോലെയല്ല അവരൊക്കെ. അവർക്കൊക്കെ അധികാരങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് അറിവിന് പ്രാമുഖ്യം നൽകിയിരുന്നു. അവരുടേതായിരിക്കുന്ന ചരിത്രങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ, അവരെ മതം പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടി അവർ ജിജ്ഞാസ കാണിച്ചിരുന്നു, ത്രാണിത്തം കാണിച്ചിരുന്നു. അതിൽപ്പെട്ട ഒന്നെ ഇത്. ഇഞ്ചിയിൽ ഇങ്ങനെ മഹത്തരമായിരിക്കുന്ന സൂറത്ത് കണ്ടപ്പോൾ നിങ്ങളെ ഖുർആനിൽ അതുണ്ടോന്നാ. ബഹുമാനപ്പെട്ടവർക്ക് ഈ കത്ത് കിട്ടിയപ്പോൾ സ്വഹാബാക്കളെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, കൈസർ ചക്രവർത്തി ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിനിപ്പോ നമ്മൾ എന്താ മറുപടി കൊടുക്കുക? ഒറ്റയടിക്ക് സ്വന്തം മറുപടി കൊടുത്തില്ലല്ലോ. ഇവിടെ വേറെ പഠനമുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ ഞാൻ രാജാവല്ലേ അധികാരിയല്ലേ എന്ന് വിചാരിച്ച് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യല്ല വേണ്ടത്. തന്റെ പ്രജകളൊക്കെ വിളിച്ചിരുത്തി അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിന് കിട്ടുന്നൊരു തീരുമാനം ഉണ്ടാവും. ആ തീരുമാനം പോലെ പോയ രാജാവിനും നാടിനും ഒക്കെ സുഖമാണെന്നും കൂടി ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്.
ആവട്ടെ വിളിച്ചു വരുത്തിയിട്ട് ഈ കഥ ചോദിച്ചപ്പോൾ വഖാലഹു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട പ്രമുഖ സ്വഹാബിയായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു കൊടുത്തു. അതെന്താ അത്ഭുതപ്പെടാൻ? തിൽക സൂറത്തുൽ ഹംദ്, അൽഹംദ് എന്ന ഫാത്തിഹ സൂറത്തല്ലേ, ആ സൂറത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ പറഞ്ഞു മറുപടി. ഇത് കിട്ടിയപ്പോൾ ജവാബ അലൈഹി ബിദാലിക, കൈസർ ചക്രവർത്തിക്ക് തിരിച്ച് ഇങ്ങനെ മറുപടി കൊടുത്തു, നിങ്ങൾ പറഞ്ഞ ആ സൂറത്ത് ഞങ്ങളുടെ ഖുർആനിലുണ്ട്. ഇത് മറുപടി കിട്ടിയപ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുക്കുകയാണ്. ഫഅസ്ലമ, അത് കാരണമാണ് മുസ്ലിമായി. അപ്പൊ ഫാത്തിഹ ഉണ്ടോ എന്നൊരു അന്വേഷണം അത് നടത്തിയപ്പോൾ വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ഉണ്ടെന്ന് മറുപടി കിട്ടിയപ്പോൾ അത് കാരണമാണ് മുസ്ലിമായി എന്ന് പറയണമെങ്കിൽ നമ്മുടെ ഫാത്തിഹയുടെ ശ്രേഷ്ഠത എത്രയാണ് മോമിനുകളെ. ഈ ശ്രേഷ്ഠതയുള്ള ഫാത്തിഹയാണ് നമ്മൾ എല്ലാ സമയങ്ങളിലും ഓതിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹദ്ദാദിലും. ഇങ്ങനെ സാദുൽ മുസാഫിറിൽ കാണുന്നു. ഇനി ഖാറൽ ഇമാം ഷഹറാവി, ഇമാം ഷഹറാവി റളിയല്ലാഹു തആല എന്ന് പറയുന്നത് നോക്കുക. ഫിൽ ഉഹൂദുൽ മുഹമ്മദിയ്യ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് മഹാനവറുകൾക്ക്. അതിൽ മഹാൻ പറയുകയാണ്, വഖദ് ഇസ്തഖറജ അഖി അഫ്ളലുദ്ദീൻ റഹ്മഹുല്ലാഹ്, എന്റെ സഹോദരൻ അഫ്ളലുദ്ദീൻ എന്ന് പറയുന്ന ഒരാള് ബഹുമാനപ്പെട്ടവരെ പുറപ്പെടുവിച്ചിരിക്കുന്നു. മിൻ സൂറത്തിൽ ഫാത്തിഹത്തി മിഅത്തി അൽഫി ഇൽമിൻ വനൈഫു അർബഈന അൽഫ ഇൽമിൻ, 2,40,000 ചില്വാനം അറിവുകൾ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് എന്റെ സഹോദരനാകുന്ന അഫ്ളലുദ്ദീൻ എന്ന് പറയുന്നവർ കണ്ടെത്തിയിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ ആ സൂറത്തിലെ അറിവ് എത്രയാ ആലോചിക്കണം. നമ്മള് ഫാത്തിഹ സൂറത്തെ എത്ര ഘനമുള്ളതാണ്. وذكرنا منها في كتابنا المسمى بتنبيه الأغبياء على قطرة من بحر علوم الأولياء എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. നമ്മുടെ കിതാബ് ആര് പറയാ? ഇമാം ഷഹറാബി തങ്ങൾ പറയാ. അങ്ങനെ മഹാനവറുകൾക്കുള്ള കിതാബാണ്. ആ കിതാബിൽ ഈ പറഞ്ഞ 2,40,000 ചില്ലാനം വരുന്ന ഫാത്തിഹയിൽ കിട്ടുന്ന അറിവ് അതിൽ കുറച്ചല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ കിതാബിൽ എത്ര പറഞ്ഞത്? 3,000 ഇൽമിൻ, ഒരു 3,000 അറിവുകൾ ഫാത്തിഹയിൽ കിട്ടിയതായി നമ്മുടെ ഈ കിതാബിൽ നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഏത് കിതാബിൽ? തൻബീഹുൽ അഗ്ബിയാ അലാ ഖത്റത്തിൻ മിൻ ബഹരി ഉലൂമിൽ ഔലിയാ എന്ന് പറയുന്ന കിതാബിൽ ലാ യഅഖിലുൽ ഇൻസാനു ഇല്ലാ ഇൻ റഅ അസ്മഅഹാ, ഇവകളുടെ പേരുകൾ കണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഇൽമുകളെ കുറിച്ചുള്ള ഒരു അറിവ് മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയൂ. അപ്പൊ അതിന്റെ പേരുകളും നാമങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കുമ്പോൾ ഫാത്തിഹയിലുള്ള ഈ പറഞ്ഞതായിരിക്കുന്ന അറിവുകൾ മനസ്സിലാക്കാൻ കഴിയും. ആ കിതാബും പേരൊക്കെ നോക്കണം. ഇതിലം യഖ്തുർ ലഹു അലാ ബാൽ, ഹൃദയത്തിൽ അവനത് ഉദിച്ചിട്ടില്ല, അതുകൊണ്ടത് അറിയില്ല. അപ്പൊ അത് കാണണം. അപ്പൊ ആ പേരുകളും നാമങ്ങളൊക്കെ കാണുമ്പോഴേ ഇത്രയും വലിയ അറിവുകൾ ഫാത്തിഹയിലുണ്ടോ എന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ പലവരും ഫാത്തിഹയ്ക്ക് തന്നെ ഒട്ടകത്തിന് ചുമക്കാൻ പറ്റുന്ന ഒരു തഫ്സീർ തന്നെ എഴുതാൻ മാത്രമുള്ള അറിവ് അള്ളാഹുവിற்கு നൽകിയിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അലിയും കറമല്ലാഹു വജഹു തങ്ങൾ പറഞ്ഞിട്ടില്ലേ. ഇങ്ങനെ എത്ര മഹാന്മാർ. അപ്പൊ എത്രയോ വലിയതായ ഒരു ഫളല് നിറഞ്ഞതാണ് നമ്മുടെ ഫാത്തിഹ സൂറത്ത്. ഇതൊക്കെ മനസ്സിലാക്കാനാണ് ബഹുമാനപ്പെട്ടവർ ഇത് നമ്മോട് പറയുന്നത്. അങ്ങനെ 2 കിതാബിലുള്ള ഉദ്ധരണികളായി ഇവിടെ ഉദ്ധരിച്ചു. ഇനി നമുക്ക് സുയൂത്തി ഇമാമിന്റെ ഒരു കിതാബാണല്ലോ ഒമിൻ കിതാബ് അദ്ദുറുൽ മൻസൂർ. അദ്ദുറുൽ മൻസൂർ എന്ന് പറയുന്ന കിതാബിലുണ്ട്. അദ്ദുറുൽ മൻസൂർ എന്ന് പറയുന്ന കിതാബ് ആർക്കാണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ പറയുന്നു, ഇമാമി അൽ ഹാഫിദ് അബ്ദുർ റഹ്മാൻ ഇബ്നുൽ ഇമാമിൽ അല്ലാമ അബീ ബക്കർ സുയൂത്തി എന്ന് പറയുന്ന മഹാനവറുകൾക്കുള്ള ഒരു ഗ്രന്ഥമാണ് അദ്ദുറുൽ മൻസൂർ എന്ന് പറയുന്ന ഗ്രന്ഥം. റഹിമഹുല്ലാഹ് വജസാഹു അൽ മുസ്ലിമീന അഫ്ളല ജസാഅൻ വനഫഅനാ ബിബറകാതിഹി വഉലൂമിഹി ഫിദ്ദാറൈൻ ആമീൻ. ഈ കിതാബിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു എന്ത് കാണാം? ഖാല ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അദ്ദുറുൽ മൻസൂറിൽ പറയുന്നു, വഅഖറജൽ ബൈഹഖി ഫി ശുഅബിൽ ഈമാൻ. ബൈഹഖി ഇമാം റളിയല്ലാഹു തആല തന്റെ ഗ്രന്ഥമായിരിക്കുന്ന ശുഅബുൽ ഈമാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നു, റിപ്പോർട്ട് ചെയ്യുന്ന ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട്. എന്താ ഹസൻ റളിയല്ലാഹു പറയുന്നത്?
മഹാനവകൾ പറയുന്നു, അൻസലല്ലാഹു ബിഅർബഅത കുതുബിൻ, 104 കിതാബുകളെ അല്ലാഹു തആല ഇവിടെ ഇറക്കിയിട്ടുണ്ട്. 4 കിതാബ് 100 ഏടുകളും ഇത് അല്ലാഹു തആല ഇവിടെ ഇറക്കിയിട്ടുണ്ട്, നമുക്കറിയാമല്ലോ. എന്നിട്ടോ ഉലൂമഹ അർബഅത, 100 ഏടിൽ അടങ്ങിയതായിരിക്കുന്നു എല്ലാ അറിവുകളെയും 4 കിതാബിൽ അല്ലാഹു തആല ഒതുക്കി. ആ 100 ഏടിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ 4 കിതാബിലുണ്ട്. ആ 4 കിതാബിൽ നിന്ന് ഒതുക്കിയെങ്കിൽ ഏതാണ് 4 കിതാബ്? അത്തൗറാത്തു വൽ ഇൻജീലു വൽ സബൂർ വൽ ഫുർഖാൻ. മുൻവേദങ്ങളിൽ പറഞ്ഞതായ 100 ഏടുകളുള്ള എല്ലാ അറിവും ഈ 4 വേദത്തിലും ഉണ്ടെന്ന് സാരം. സുമ്മ ഔദഅ ഉലൂമ തൗറാത്തി വൽ ഇൻജീലി വൽ സബൂരി അൽ ഖുർആന. പിന്നെ ആ 100 ഏടും കഴിഞ്ഞാൽ പിന്നെ 4 ഗ്രന്ഥത്തിൽ 3 ഗ്രന്ഥത്തിലുള്ള അറിവുകൾ മുഴുവൻ, അഥവാ തൗറാത്ത്, ഇൻജീൽ, സബൂർ ഇവകളിലുള്ളതായിരിക്കുന്ന എല്ലാ ജ്ഞാനങ്ങളും ഖുർആൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ഗ്രന്ഥത്തിൽ അള്ളാഹു സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഖുർആൻ മനസ്സിലാക്കിയ തന്നെ 100 ഏടുകളെ കുറിച്ചും മറ്റു 3 ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള അറിവും ഖുർആനിലുണ്ടെന്ന് മനസ്സിലായി. സുമ്മ ഔദഅ ഉലൂമൽ ഖുർആനി, പിന്നെ ആ ഖുർആനിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ അറിവുകൾ മുഴുവനെയും അൽ മുഫസ്സല, മുഫസ്സൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി. മുഫസ്സലായ സൂറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഓരോന്ന്, ആ മുഫസ്സലായ സൂറത്തുൽ മുഴുവൻ അല്ലാഹു തആല ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുമ്മ ഔദഅൽ മുഫസ്സല ഫാത്തിഹത്തുൽ കിതാബ്, പിന്നെ മുഫസ്സിൽ ഉൾപ്പെടുത്തിയതായിരിക്കുന്ന ആ അറിവുകൾ മുഴുവനും ഫാത്തിഹത്തുൽ കിതാബിലുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു 104 ഏടുകളിലും കിതാബുകളിലും ഒക്കെ ഉള്ള എല്ലാ അറിവുകളും മുഴുവനും സമാഹരിച്ചു നിൽക്കുന്നത് ഇപ്പോൾ ഫാത്തിഹയിലാണ്. അപ്പൊ ആ ഫാത്തിഹയിൽ എല്ലാ ജ്ഞാനങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫാത്തിഹയിൽ നിന്ന് തന്നെ അഫ്ദലുദ്ദീൻ എന്ന് പറയുന്നവര് 2,40,000 ചില്ലാനം അറിവുകൾ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ എന്തത്ഭുതം! ഇത്തിരി 60-ലുണ്ടല്ലോ. ഫമൻ അലിമ തഫ്സീറഹ, അപ്പോൾ ആ ഫാത്തിഹയുടെ വ്യാഖ്യാനം ആരെങ്കിലും അറിഞ്ഞാൽ കാന കമൻ അലിമ തഫ്സീറ ജമീൽ കുതുബിൽ മുനസ്സലതി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇറക്കിയതായിരിക്കുന്ന 104 കിതാബുകളുടെയും വ്യാഖ്യാനങ്ങൾ മുഴുവനും അറിഞ്ഞവനെ പോലെയായി ഫാത്തിഹ സൂറത്തിന്റെ തഫ്സീർ അറിഞ്ഞാൽ. ബഹുമാനികളെ, എത്ര ഇനി പറയാൻ കഴിയുക? അത്രയ്ക്കല്ലേ പറയാൻ കഴിയൂ. അത്രയും മഹത്വമുള്ളതാണ് ഫാത്തിഹ. ഇങ്ങനെയാണ് ഫാത്തിഹയുടെ ഫضല് പറയുമ്പോൾ നമുക്ക് തിരിയാലോ. അതൊക്കെ ഫضലിന് വേണ്ടി പറയാം, ബർക്കത്ത് കിട്ടാൻ വേണ്ടി. വഅഖറജ അബുശൈഖ് ബിസ്സവാബ്, അബുശൈഖ് എന്നവര് സവാബിൽ പറയുന്നു, അതിന്റെ ഫലത്തിൽ പറയുന്നു. റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടിട്ട് പറയുകയാണ്, ഖാല, മഹാനായ അതാ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇദാ അറത്ത ഹാജതൻ, ആരെങ്കിലും ഒരാൾ വല്ല ആവശ്യം ഉദ്ദേശിക്കുന്നുവെങ്കിൽ പ്രയാസപ്പെടേണ്ടതില്ല. ഫഖറ ബിഫാത്തിഹത്തിൽ കിതാബി ഹത്താ തഖ്തിമഹാ, ഫാത്തിഹ സൂറത്ത് അവസാനം വരെ ശരിക്ക് അതിന്റെ മട്ടം പോലെ ഇഖ്ലാസോടുകൂടി ഓതുക. അങ്ങനെ ഓതിയാൽ തുഖ്ലാ ബിഇദ്നില്ലാഹി തആല, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം, കൽപ്പന പ്രകാരം ഈ ഫാത്തിഹയുടെ ഫലമായി കൊണ്ട് അവന്റെ ഉദ്ദേശത്തെ നിറവേറ്റപ്പെടും, വീട്ടപ്പെടും എന്ന് അതാ റളിയല്ലാഹു തആല അൻഹുവിനെ അതിന്റെ ഫലം വിവരിക്കുന്ന കൂട്ടത്തിൽ അബുശൈഖ് എന്നവര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യ നിർവഹണത്തിന് പറ്റുന്ന ഒന്നാണ് ഫാത്തിഹ എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇബ്നു ഖാരി എന്നവര് ഫീ മുഅ്ജമി സ്വഹാബ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പുറപ്പെടുവിക്കുന്നു. റജാഉൽ ഗനവി എന്ന് പറയുന്ന തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഖാല റജാഉൽ ഗനവി പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇസ്തശ്ഫു ബിമാ ഹമിദല്ലാഹു ബിഹി നഫ്സഹു ഖബല അൻ യഹ്മദു ഖൽഖുഹു, അള്ളാഹുവിന്റെ സൃഷ്ടികൾ മുഴുവനും അള്ളാഹു തആലയെ പുകഴ്ത്തുന്നതിന് മുമ്പ്, സ്തുതിക്കുന്നതിന്റെ മുമ്പ് സ്വന്തം തന്നെ അള്ളാഹുവിന്റെ ശരീരത്തെ പുകഴ്ത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ സഹായം തേടുക, ശിഫ തേടുക. അള്ളാഹുവിന്റെ സ്വന്തം ശരീരത്തെ അള്ളാഹു തആല തന്നെ പുകഴ്ത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പുകഴ്ത്തുക. ആ പുകഴ്ത്തൽ കൊണ്ടും നിങ്ങൾ എന്താവുക? സഹായം തേടിക്കോളൂ. ഇത് ഹബീബായ നബി തങ്ങൾ പറയുമ്പോൾ സ്വഹാബാക്കൾ ചോദിക്കുകയാണ്. സ്വഹാബാക്കൾ ചോദിച്ചു, അമാദാക യാ നബിയല്ലാഹ്, എന്താണ് അല്ലാഹു തആല സ്വന്തം ശരീരത്തെ പുകഴ്ത്തുകയും അത് ചെയ്യുകയും ചെയ്തായിരിക്കുന്ന സംഗതി ഏതാണ് നബിയെ? ഞങ്ങൾ ചെയ്യട്ടെ. കാരണം സഹായം തേടാനാണല്ലോ അത് പറയുന്നത്. ഖാല, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഖുൽ ഹുവല്ലാഹു അഹദ്. 2 സൂറത്തുകളാണത്. അല്ലാഹു തആല മദ്ഹ് ചെയ്ത സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ്.
അള്ളാഹുവിനെ ഹംദ് ചെയ്ത സൂറത്താണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന സൂറത്ത്. അപ്പൊ ഫാത്തിഹയും ഇഖ്ലാസും ഇത് രണ്ടും നിങ്ങൾ ഓദിക്കോളൂ. ഇതാണ് ആ രണ്ടും. ഫമൻ ലം യശ്ഫിഹിൽ ഖുർആൻ ഫലാ ശഫാഹുല്ലാഹ്. വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ശാരീരികമായും മാനസികമായും വിശ്വാസകാരും കർമ്മപരമായിട്ടും ഒരു മനുഷ്യനെ സമുദ്ധരിക്കുവാനോ ശിവ നൽകിയിട്ടില്ല എങ്കിൽ ഫലാ ശഫാഹുല്ലാഹു, അല്ലാഹു തആല അവന് ശിവ നൽകൂല. അത്രയും മഹത്വമുള്ളതാണ് ഇഖ്ലാസ് സൂറത്ത്, ഫാത്തിഹ സൂറത്ത് എന്ന് മനസ്സിലായല്ലോ. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഹദ്ദാദിന്റെ തുടക്കമെന്ന് ഇങ്ങനെ ഇടയ്ക്ക് ഉണർത്തുകയാണ്. ഒന്നിലും മോശമില്ല, ഇത്രയും മഹത്വമുള്ളതാണ് ഈ സൂറത്തിന്റെ സവിശേഷത മനസ്സിലായല്ലോ. ഒന്നും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം, കഴിഞ്ഞിട്ടില്ല, ഇനി തുടർന്നു പോവുകയാണ്, സമയം വെഴുകുമെന്ന് വിചാരിച്ച് ഒന്നും കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അബീ ഖലാബയെ തൊട്ട് ഇബ്നുൽ ലരീസ് എന്ന് പറയുന്ന റിപ്പോർട്ട് ചെയ്യുകയാണ്. യർഫഉഹു ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ ഹദീസ് നബിയിലേക്ക് മർഫൂആക്കിക്കൊണ്ടാണ് പറയുന്നത്. അപ്പൊ മർഫൂഇന്റെ വിധിയാണ്. എന്താ അതിൽ പറയുന്നത്? ഖാല, നബി തങ്ങൾ പറഞ്ഞു, മൻ ശഹിദ ഫാത്തിഹത്തൽ കിതാബി ഹീന തുസ്തഫ്തഹു കമൻ ശഹിദ ഫത്ഹ ഫീ സബീലില്ലാഹ് വമൻ ശഹിദഹാ ഹീന തുഖ്തബു കാന കമൻ ശഹിദൽ ഗനാഇമ ഹീന തുഖസ്സബു എന്ന. ഫാത്തിഹ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരാൾ അവിടെ സന്നിഹിതനായാൽ, ഫാത്തിഹത്തിൽ കിതാബക്ക് ഷഹിദായാൽ എന്ന് പറഞ്ഞാൽ ഫാത്തിഹ തുടങ്ങുകയാണ്. ആ തുടങ്ങുന്ന സമയത്ത് ഇവൻ ഓതിയിട്ടില്ല, അവിടെ ഓത്ത് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഒരാൾ അവിടെ സന്നിഹിതനായാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിജയം കിട്ടി ഷഹീദായവനെ പോലെയായി. ഷഹീദാവുകയല്ല, കമൻ ഷഹീദ ഫത്ഹ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലായിട്ട് വിജയം കിട്ടി, ആ വിജയത്തിന് ഷഹീദിനെ സന്നിഹിതനായവനെ പോലെയായി. വമൻ ശഹിദഹാ ഹീന തുഖ്തബു കാന കമൻ ശഹിദൽ ഗനാഇമ ഹീന തുഖസ്സബു. ഫാത്തിഹ സൂറത്ത് അവസാനിക്കുന്ന സമയത്ത് അവിടെ ഒരാൾ സന്നിഹിതനായാൽ അവനേതുപോലെയാ യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സമരാർജ്ജ സമ്പത്ത് ഓഹരി ചെയ്യും. അങ്ങനെ യോദ്ധാക്കൾക്ക് വേണ്ടിയിട്ട്, മുസ്ലിങ്ങളായ യോദ്ധാക്കൾക്ക് വേണ്ടിയിട്ട് യുദ്ധത്തിൽ കിട്ടിയതായിരിക്കുന്ന സമരാർജ്ജ സമ്പത്ത് ഓഹരി ചെയ്യുമ്പോൾ അവിടെ കൂടിയതായിരിക്കുന്ന ഗനീമത്തിന്റെ സ്വത്തിന് സന്നിഹിതനായവനത്തിന് ഫലമുണ്ടോ? അതുപോലെയാണ് ഫാത്തിഹ സൂറത്ത് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും അവിടെ ഹാജരായാൽ തന്നെ. അപ്പൊ ഓജാ പിന്നെ പറയണ്ടല്ലോ. ഇത്രയും മഹത്വമുള്ള ഫാത്തിഹയാണ് നമുക്കുള്ള ഫാത്തിഹ എന്ന് മനസ്സിലാക്കാൻ എല്ലാക്കായും മികവ് തന്നെയാണ് ഫാത്തിഹ സൂറത്ത്. ആ മികവുള്ള ഫാത്തിഹയാണ് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് റബ്ബുൽ ഇസ്സത്ത്, അത് നമ്മുടെ മരണം വരെ കൊണ്ട് നടക്കുവാൻ, ഇഖ്ലാസോട് കൊണ്ട് നടക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതെല്ലാം അള്ളാഹു നമ്മൾ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വന്ന തെറ്റും അള്ളാഹു തആല പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മെ എല്ലാവരെയും ജന്നാത്തുൽ നഈമിൽ ഹബീബാൻ ഇവിടെ ജിവാൻ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.